ദോഹയിൽ വെച്ച് യുഎസ് ഇറാൻ സമാധാന ചർച്ച നടക്കുമെന്ന ട്രംപിന്റെ വാദം തള്ളി ഇറാൻ. അമേരിക്കയുമായി വരും ദിവസങ്ങളിൽ യാതൊരുവിധ ചർച്ചകളും നിശ്ചയിച്ചിട്ടില്ലെന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗേയി. അതേസമയം യുഎസ് പ്രതിനിധികൾ ഇതിനോടകം ഖത്തറിലേക്ക് യാത്ര തിരിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് മൈനുകൾ നീക്കം ചെയ്യാൻ ഫ്രാൻസിന്റെ യുദ്ധക്കപ്പൽ ചെങ്കടലിലെത്തി. പ്രകോപിപ്പിക്കരുതെന്ന് ഇറാന്റെ മുന്നറിയിപ്പുണ്ട്. അജയ് സുധ ബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, യാതൊരു തരത്തിലുള്ള അനുനയ നീക്കങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും ഇനി മുന്നോട്ട് പോകില്ല എന്ന് വേണോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ? മാത്രമല്ല, ട്രംപ് പൊതുവെ വെറും വാക്ക് പറയുന്നത് പോലെ ആയിരുന്നോ ഈ ചർച്ചയെ പറ്റിയുള്ള ട്രംപിന്റെ വിശദീകരണം? അതോ ഇറാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം നിരസിച്ചതാണോ? എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുശ്രീ, ഈ ആഴ്ച എന്തായാലും ഇറാന്റെ പ്രതിനിധികൾ ദോഹയിൽ എത്തുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ഈ ദോഹയിൽ പക്ഷേ ഇറാന്റെ പ്രതിനിധികൾ എത്തുന്നത് ഈ ആദ്യം ഒപ്പിട്ട ഈ ധാരണാപത്രത്തിലുള്ള ആർട്ടിക്കിൾ 11 നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നാണ് നിലവിൽ ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി പറയുന്നത്. അതായത് ഈ ഒപ്പിട്ട ധാരണാപത്രത്തിലെ ആർട്ടിക്കിൾ 11 എന്ന് പറയുന്നത് ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുവകകൾ വിട്ടു നൽകുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലെ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇറാൻ തങ്ങളുടെ പ്രതിനിധികളെ ദോഹയിലേക്ക് അയക്കുന്നതെന്നാണ് ഇസ്മായിൽ ബഗേയി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അമേരിക്കൻ പ്രതിനിധികൾ ദോഹയിൽ എത്തിക്കഴിഞ്ഞാലും അതിന് ഇറാനുമായിട്ട് ചർച്ച നടത്തുന്ന ആ ഒരു കാര്യവുമായി ബന്ധമില്ല. അമേരിക്കയുമായി ഈ വരുന്ന ആഴ്ചയിൽ യാതൊരുവിധ ചർച്ചകളും നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ഇസ്മായിൽ ബഗേയി പറയുന്നത്. പക്ഷേ US പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ ജാരഡ് കുഷ്ണറും ഇതിനോടകം തന്നെ ഖത്തറിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അവർ ഇന്ന് പകലോടെ ദോഹയിലെത്തും എന്നാണ് വിവരമുള്ളത്. ഇന്നലെ വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ സ്ഥിരീകരണവും ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം രാത്രി ട്രംപ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും US പ്രതിനിധികൾ ദോഹയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ എടുത്തു പറയുകയുണ്ടായിരുന്നു. ട്രംപ് അതിനു മുൻപേ ട്രൂത്ത് സോഷ്യൽ കുറിച്ചത് ഇറാൻ ഒരു ചർച്ചയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. അപ്പോൾ ഇറാന്റെ അപേക്ഷ മാനിച്ചുകൊണ്ടാണ് ദോഹയിൽ വെച്ച് ഒരു ചർച്ച നിശ്ചയിച്ചിട്ടുള്ളതെന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചിരുന്നത്. പക്ഷേ ട്രംപിന്റെ ഈ പ്രസ്താവന വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ US-ന്റെയും ഇറാന്റെയും ഒരു ചർച്ച ദോഹയിൽ വെച്ച് നടക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകൾ നടക്കുമെന്നുള്ള വിവരങ്ങളാണ് വന്നിരുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അമേരിക്ക ഇറാൻ സംഘർഷം ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഗതാഗതത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദോഹയിൽ വെച്ചിട്ടുള്ള മീറ്റിംഗ് നടക്കുന്നതെന്നായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ വന്നത്. അതിനുശേഷമാണ് ട്രംപിന്റെ പോസ്റ്റും അതിനുശേഷം ഇറാന്റെ നിഷേധവും എല്ലാം കടന്നു വന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒപ്പിട്ട ധാരണാപത്രത്തിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളെല്ലാം നടപ്പിലായാൽ മാത്രമേ ഒരു സമാധാന ചർച്ചയിലേക്ക് കടക്കാനാകൂ എന്നതാണ്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് ഈ ഒപ്പിട്ട ധാരണാപത്രത്തിലെ ആർട്ടിക്കിൾ 10 ആണ്. അതായത് ഇറാന്റെ എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു വിഷയം അമേരിക്ക അനുമതി നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ പുരോഗതി എത്രമാത്രമാണ്, അതുപോലെ ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുവകകൾ വിട്ടു നൽകുന്ന വിഷയം, ഹോർമുസ് കടലിടുക്കിലുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ഇവയുടെ എല്ലാ കാര്യത്തിലും ഇറാൻ ഒരു പൂർണ്ണ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമാധാന ചർച്ചയിലേക്ക് കടക്കൂ എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്. ഇതിനിടെ ഉണ്ടാകുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നാണ്. ഈ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഫ്രാൻസും അതുപോലെ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഒരു ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകൾ മേഖലയിലേക്ക് അയക്കുമെന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നത് US-ഉം ഇറാനും തമ്മിൽ ഒരു വെടിനിർത്തൽ സംജാതമായാൽ മാത്രമേ അവർ കപ്പലുകളെ മേഖലയിലേക്ക് അയക്കൂ എന്നാണ്. ഇപ്പോൾ എന്തായാലും ഒരു വെടിനിർത്തൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫ്രാൻസ് ഇപ്പോൾ തങ്ങളുടെ യുദ്ധക്കപ്പലുകളെ ചെങ്കടലിലേക്ക് അയച്ചിട്ടുണ്ട്. ഫ്രാൻസ് പറയുന്നത് ഹോർമുസ് കടലിടുക്കിലുള്ള മൈനുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രാൻസിൻ്റെ കപ്പൽ അയച്ചതെന്നാണ്. പക്ഷേ ഇറാൻ ഇതിനെ ഒരു പ്രകോപനമായി കണക്കാക്കിയിട്ടുണ്ട്. ഇറാൻ പറയുന്നത് പാരീസ് അനാവശ്യമായിട്ടുള്ള പ്രകോപനങ്ങൾക്ക് നിൽക്കരുത്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു സെൻസിറ്റീവും സങ്കീർണവുമായ സാഹചര്യത്തിൽ അതിനെ ഒട്ടും തന്നെ മുതിരരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അജയ്, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ US-ഉം ഇറാനുമായ ഒരു ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഈ വെടിനിർത്തൽ കരാറിൽ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും, അതായത് ഇപ്പോൾ നിലവിൽ വന്നിരുന്ന വെടിനിർത്തൽ കരാറിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും ഇനി നിലവിൽ വരാൻ പോകുന്നത് എന്ന് വേണ്ട നമ്മൾ മനസ്സിലാക്കാൻ.
ഇപ്പോൾ ഒരു നിലവിൽ എന്തായാലും ഒരു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. ഇതിലെ 14 വ്യവസ്ഥകളാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഈ 14 വ്യവസ്ഥകളും ഇപ്പോൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ച് തന്നെയാണ് അമേരിക്കയും ഇറാനും മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതിലെ ചില വിഷയങ്ങളിലെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ഹോർമുസ് കടലിടുക്കിലുള്ള ഗതാഗതം തന്നെയാണ്. ഈ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഇറാന്റെ നിയന്ത്രണത്തിലാകണം എന്നതാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആവശ്യം. ഈ കരാറിലെ വ്യവസ്ഥയിൽ തന്നെ അതൊരു പ്രശ്നരൂപേണയാണ് എഴുതി ചേർത്തിട്ടുള്ളതെന്നാണ് പരക്കെയുള്ള വിമർശനം. പ്രത്യേകിച്ച് ഇറാനും അതുപോലെ ഒമാനും ചേർന്ന് ഹോർമുസ് കടലിടുക്കിലുള്ള സുരക്ഷ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു വ്യവസ്ഥ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ 60 ദിവസത്തേക്ക് ഇറാൻ ഹോർമുസിൽ ടോളൊന്നും ഏർപ്പെടുത്തില്ല എന്നുള്ളൊരു വ്യവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ 60 ദിവസം കഴിഞ്ഞാൽ ഈ ഹോർമുസ് പൂർണ്ണമായിട്ടും ഇറാന്റെ നിയന്ത്രണത്തിൽ വരുമോ? അതുപോലെ തന്നെ ഈ ഹോർമുസ് എന്ന് പറയുന്നത് മുൻപൊരു സ്വതന്ത്ര ഗതാഗത പാതയായിരുന്നു. അപ്പോൾ ഇതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇറാന് മുൻതൂക്കം നൽകുന്ന ഒരു വ്യവസ്ഥ അത് ഈ കരാറിൽ എഴുതി ചേർത്തത് അമേരിക്കയുടെ വലിയ മണ്ടത്തരമായിട്ട് US-നകത്ത് നിന്ന് തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കരാറിലുള്ള ഈ വ്യവസ്ഥകളാണ് ഇറാൻ ഇപ്പോൾ നിലവിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഇസ്മായിൽ ബഗൈ എടുത്തു പറഞ്ഞത്. ഈ കരാർ വ്യവസ്ഥയിലുള്ള ആർട്ടിക്കിൾ 11-ന്റെയും 10-ന്റെയും നടത്തിപ്പ് തങ്ങൾക്ക് സുപ്രധാനമാണ്. അപ്പോൾ അതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇറാൻ സംഘം ദോഹയിലേക്ക് എത്തുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശരി, അജയ് സുധ ബിജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.